ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് തന്നെ സിജോയുടെയും നമ്മുടെ അനന്തുവിൻ്റെയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ സിജോ അനന്തുവിനെ കുറിച്ചിട്ട് അതിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് പൈതൃകം എന്ന രൂപത്തിൽ ഒരു വളരെ മോശമായ രീതിയിൽ അനന്തുവിൻ്റെ തന്തക്ക് വിളിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വീഡിയോ സിജോ ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല എന്ന രൂപത്തിൽ തന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല കുറേ ആളുകൾ അതിൻ്റെ പേരിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കമൻ്റായിട്ട് കുറേ ആളുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട് സിജോ ചെയ്തത് ശരിയല്ല എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ സിജോക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് ഗ്രൗണ്ടിൽ നമുക്ക് സപ്പോർട്ട് നമുക്കെതിരാണ് എന്ന് മനസ്സിലായ ഉടനെ തന്നെ സിജോ എന്താക്കിയെന്ന് വെച്ചാൽ നേരെ അനന്തുവിൻ്റെ വീട് അന്വേഷിച്ചിട്ട് അനന്തുവിൻ്റെ വീട്ടിൽ പോയിട്ട് അനന്തുവിൻ്റെ അമ്മയോട് അതേപോലെ തന്നെ അനന്തോട് അവരുടെ കുടുംബാംഗങ്ങളോടൊക്കെ സോറി പറഞ്ഞിട്ടുണ്ട്. ഹായ്, ഞാൻ നിൽക്കുന്നത് അനന്തുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ അനന്തുവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് വേറൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. യൂട്യൂബിൽ നമ്മൾ വീട്ടിലുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊരു ഞങ്ങൾ തമ്മിൽ എന്താ വലിയ ശത്രു ആണെന്നൊക്കെ വിചാരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും. ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം, ഇപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവിന്റെ പാരന്റ്സിനെ വളരെ മോശമായ രീതിയിൽ എൻ്റെ വായിന്ന് വാചകം വന്നു. അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചിനെ കയറി പറഞ്ഞതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതൊക്കെ സംസാരിച്ചു. മേ ബി അനന്ത് ഇപ്പോൾ അതിനെപ്പറ്റി പറയാം. അപ്പോൾ അനന്തിന്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനും അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സോറി പറഞ്ഞ വീഡിയോ അത് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ കണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു തെറ്റ് പറ്റും, മനുഷ്യന്മാരായി തെറ്റ് പറ്റും. അതിൽ തന്നെ സിജോ പറയുന്നുണ്ട് നമ്മൾ മനുഷ്യന്മാരാണ് തെറ്റ് പറ്റുന്നൊക്കെ. അപ്പോൾ സിജോ അവിടെ പോയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് അനന്തു ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ട്, അനന്തു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സിജോ പിന്നെ ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം സിജോ കൃത്യമായിട്ട് സിജോക്ക് അവിടെ പോയിട്ട് കോംപ്രമൈസ് ചെയ്യുമ്പോഴും മാപ്പ് പറയുമ്പോഴും സിജോൻ്റെ ഉള്ളിൽ അത് അനന്തു പറയുന്ന കാര്യങ്ങളടക്കം റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് തീരെ ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് അവരോട് കോംപ്രമൈസ് ആക്കുകയും നമ്മൾ മാപ്പ് പറയുകയും ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അതൊരു മോശപ്പെട്ട കാര്യം തന്നെയാണ്. സിജോയെ സംബന്ധിച്ചിടത്തോളം ആ മാപ്പ് പറഞ്ഞത് സിജോയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തത് വളരെ മോശം തന്നെയാണ്. രസകരമായി തോന്നിയ ഒരു കാര്യം, ഒരു ഫോൺ റെക്കോർഡിങ്ങിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ സിജോ ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനും ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനും സിജോ പറയുന്നത് എങ്ങനെയാണ്, അനന്തു ഫോൺ റെക്കോർഡ് ചെയ്യുന്നതെന്ന് സിജോയ്ക്ക് മനസ്സിലായി, സിജോ ഫോൺ റെക്കോർഡ് ചെയ്യുന്നത് എനിക്കും മനസ്സിലായി. ലിറ്ററലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു സിജോ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞത് അമ്മ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇടയ്ക്ക് അമ്മ എന്തെങ്കിലും അടുക്കളയിട്ട് വിളിച്ച് ശ്രദ്ധിച്ചാരെന്ന് തോന്നുന്നു. അതാണ് പുള്ളിക്കാരത്തി പറഞ്ഞ ഇവിടെ സിജോ കൊണ്ട് ഫോണൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഈ സിജോ നമ്മൾ ഈ ബിഗ് ബോസ് തന്നെ നമ്മൾ കണ്ടതാണ്. സിജോൻ്റെ സ്വഭാവമല്ല ഏകദേശം ബിഗ് ബോസ് കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം സിജോൻ്റെ വീഡിയോ കണ്ടവർക്കും സിജോൻ്റെ സ്വഭാവം എന്നാണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഈ വീഡിയോൻ്റെ വിഷയത്തിൻ്റെ പേരിൽ ചില യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്, സിജോക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സിജോക്കെതിരെ വീഡിയോ ചെയ്ത ആളുകളുടെയൊക്കെ നമ്പർ തപ്പിപ്പിടിക്കുക, അല്ലെങ്കിൽ അവരുടെ കോമൺ ഫ്രണ്ട്സിനെ വിളിക്കുക, എന്നിട്ട് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. പല യൂട്യൂബേഴ്സിനെയും എന്താ വെച്ചാൽ അവരുടെ വീഡിയോ എവിടെയാണ്, അവരുടെ ലൊക്കേഷൻ എവിടെയാണ്, അവനെ ഒന്ന് എനിക്ക് കാണണം എന്ന് വെച്ചാൽ എനിക്കെതിരെ ആര് വീഡിയോ ചെയ്താലും അവരെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ വീഡിയോ പിൻവലിപ്പിക്കുക. അതൊക്കെ തന്നെയാണ് ശരിക്കും അനന്തോടും ചെയ്തത് എന്ന് തന്നെയാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സിജോ അനന്തുവിൻ്റെ നമ്മളിപ്പം അച്ഛനെ വിളിക്കുക എന്നുള്ള പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ വിളിക്കുന്നത്, നമ്മൾ പബ്ലിക്കായിട്ട് വിളിക്കുന്നതാണ്. അത്രയും വിവരമൊക്കെ സിജോക്ക് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തന്തക്ക് വിളിച്ചു, പക്ഷേ തന്തക്ക് വിളിച്ച സമയത്ത് തന്നെ സിജോക്കെതിരെ നിരവധി വീഡിയോസ് ചെയ്യപ്പെടുകയുണ്ടായി. കുറേ വീഡിയോസ് യൂട്യൂബിൽ തന്നെ ചെയ്യപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലെല്ലാം സിജോൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലടക്കം അനന്തുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് സിജോക്ക് എതിരെയാണ് ആ കമൻറ്റ് വന്നത്. ആ കമൻറ്റൊക്കെ കണ്ടിട്ട് സിജോ പേടിച്ച്, അല്ലെങ്കിൽ സിജോ പേടിച്ചെന്നല്ല, സിജോക്ക് എന്തോ ഒരു എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തോന്നിയിട്ടാണ് അനന്തുവിൻ്റെ അടുത്ത് പോയിട്ട് മാപ്പൊക്കെ പറയുന്നത്. ഈ മാപ്പ് പറഞ്ഞത് വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ അതിന് ശേഷം ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും മറ്റും നമുക്കൊന്ന് കേൾക്കാം. നമുക്ക് ബിബി ഹിയറിനോടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം ബിബി ഹിയറിൻ്റെ സുഹൃത്ത് വേറൊരു യൂട്യൂബറിനെയും കൂടിയിട്ട് ഇങ്ങനെ സിജോ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ അന്വേഷിച്ച വീഡിയോയും കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പക്ഷേ ഇന്നലെ സിജോയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോൾ കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് അതുൽ ബ്ലോഗ്സിലെ അതുൽ. അപ്പൊ അതുലിന്റെ ഫോണിലോട്ട് സിജോ വിളിക്കുകയും സിജോ വിളിച്ച് കഴിഞ്ഞിട്ട് സിജോ ഒരു മാതിരിയില്ല ഭീഷണി പോലത്തെയൊക്കെ സംസാരം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഇവര് ഫോൺ വെച്ച് ഈ പറയുന്ന എന്റെയും അതുലിന്റെയും സിജോയുടെയും ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട്. ആ പുള്ളിയുടെ ഫോണിൽ സിജോ വിളിച്ചിട്ട് ഒരുമാതിരി ഭീഷണി വർത്താനങ്ങൾ, അതായത് അവരുടെ വീട് എവിടെ, പ്രത്യേകിച്ച് എന്റെ വീട് എവിടെ, അതുലിന്റെ വീട് എവിടെ,
അവരുടെ ലൊക്കേഷൻ ഉണ്ടോ, പിന്നെ അവരുടെ നമ്പർ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി അവസാനം പുള്ളിയെടുത്ത് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവന്മാര് മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ അവന്മാർക്ക് പണി കൊടുക്കും. പല രീതിയിലായിരിക്കും ആ പണി, അവന്മാര് പോലും പ്രതീക്ഷിക്കാതെ അവന്മാർക്ക് ആ പണി കിട്ടിയിരിക്കുമെന്ന്. അതായത് സിജോയുടെ ഒരു തരം ഭീഷണി, നമ്മളെയൊക്കെ അങ്ങ് എന്തോ അങ്ങ് മലമറിച്ച് കളയുമെന്ന്. എന്റെ പൊന്ന് സിജോ, നിനക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ടോ? അനന്തുവിന്റെ വീട്ടിൽ പോയി കോംപ്രമൈസ് ആയി, ആ ഒരു പ്രശ്നം അവിടെ തീർന്നതാണ്. പക്ഷേ ഇവന്റെ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യണോ തോന്നിയത്. അതായത് അപ്പൊ സിജോക്കെതിരെ സിജോന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരെങ്കിലും എതിർത്ത് വീഡിയോ ചെയ്താൽ അവരെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പല ആളുകളെയും വിളിച്ചിട്ട് അവരുടെ ലൊക്കേഷൻ അന്വേഷിക്കുകയും അവരെ വെറുതെ വിടില്ല എന്ന രൂപത്തിലൊക്കെ ഒരു ഭീഷണി സ്വരമൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോ, കാരണം അവർ കോംപ്രമൈസ് ആയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർത്താണ്, ഞാൻ ഒരിക്കലും ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചില്ല. പക്ഷേ സിജോനെ സംബന്ധിച്ചിട്ട് സിജോക്കെതിരെ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഫോൺ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി തയ്യാറായത്. കാരണം എന്ന് വെച്ചാൽ സിജോ ഭീഷണിപ്പെടുത്തട്ടെ, സിജോയുടെ ഭീഷണി എങ്ങനെയുണ്ട് എന്ന് നമുക്കും കൂടി നോക്കാമല്ലോ. അപ്പം ചിലപ്പോൾ നമുക്കും ഒരു കോള് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ സിജോയുടെ ഭീഷണി നമുക്കൊന്ന് നോക്കാമല്ലോ. കാരണം യൂട്യൂബേഴ്സിനെ അവർക്ക് സിജോക്കെതിരെയല്ല, കാരണം സിജോ ചെയ്ത തെറ്റിനെതിരെ ചൂണ്ടിക്കാണിച്ചവരൊക്കെ നമ്പറും അവരുടെ സുഹൃത്തുക്കളെയും തപ്പിപ്പിടിച്ചിട്ട് വളരെ മോശമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ആ വീഡിയോ പിൻവലിക്കാനൊക്കെ ശ്രമിക്കുന്ന സിജോൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം എന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി വീട്ടിൽ പോയിട്ട് മാപ്പൊക്കെ പറഞ്ഞതിന് ശേഷം സിജോൻ്റെ അളിയനാ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു, കൃത്യമാണെന്ന് അറിയില്ല. അതുപോലെ സിജോൻ്റെ സുഹൃത്താണ്. അപ്പോൾ സിജോൻ്റെ സുഹൃത്ത് ഒരു യൂട്യൂബ് ചാനലിലൂടെ പിന്നെ ഈ അനന്തുവിനെ കുറിച്ചിട്ടും മറ്റ് അവർക്ക് ഈ സിജോക്കെതിരെ വീഡിയോ ഇട്ട യൂട്യൂബേഴ്സിനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ട് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ സിജോൻ്റെ അറിവോടെ അല്ലാണ്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിജോ എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ കളയണം എന്നൊക്കെ പറയില്ല. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ ആണ്, ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. സിജോ ആ ഒരു സുഹൃത്തിനോട് അത്തരം വീഡിയോ റിമൂവ് ചെയ്യണമെന്നോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സിജോക്ക് താല്പര്യം ഇതൊന്നുമല്ല, കാരണം സിജോക്ക് ഇനി പ്രത്യേകിച്ചിട്ട് നമുക്ക് ഈ അനന്തോട് കോംപ്രമൈസിലാകിയ സ്ഥിതിക്ക് പ്രത്യേകിച്ച് ചീത്ത പറയാനോ മറ്റൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ സിജോൻ്റെ സുഹൃത്തിനെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയും ഈ തെറി വിളിക്കുകയും ചെയ്യുക എന്നതാണോ സിജോ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ സിജോൻ്റെ സുഹൃത്താണ്, സിജോ അറിയാണ്ട് ആ ഒരു വീഡിയോ സുഹൃത്ത് ഇടൂല. ഇനിയിപ്പോൾ സുഹൃത്ത് ഇട്ടാൽ തന്നെ ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ സുഹൃത്ത് അങ്ങനെ വിട്ട് ഞാനത് കോംപ്രമൈസ് ചെയ്തതാണ്, ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സുഹൃത്ത് റിമൂവ് ചെയ്യും. കാരണം വെച്ചാൽ പല ആളുകളെയും പല യൂട്യൂബേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ആ സുഹൃത്ത് വീഡിയോ ഇട്ടുള്ളത്. അപ്പോൾ സിജോൻ്റെ സുഹൃത്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം പിന്നെ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് സിജോ എങ്കിൽ ആ സുഹൃത്തോട് തീർച്ചയായിട്ടും പറയുമായിരുന്നു. എന്നാൽ അത് പറഞ്ഞിട്ടില്ല, അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയം എന്ന് വെച്ചാൽ സിജോനെ ഭീഷണിപ്പെടുത്തിയ രൂപത്തിൽ ഇപ്പം അനന്തുവിനെ അടിക്കണം എന്നൊക്കെയാണ് ആ യൂട്യൂബർ ആ കാര്യത്തിൽ സിജോൻ്റെ സുഹൃത്ത് പറയുന്നത്. അപ്പം നമ്മൾ ഒരു മനസ്സിൽ തട്ടിയിട്ട് മാപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ പറ്റിയിട്ട് വേറെ ഏത് വീഡിയോ എൻ്റെ സുഹൃത്ത് വലയത്തിലില്ല, ആരെങ്കിലും ഇട്ടാൽ ഞാൻ എന്താ പറയുക അങ്ങനെ വീഡിയോ ചെയ്യേണ്ട, കാരണം നമ്മളത് പറഞ്ഞ് തീർത്ത വിഷയമാണ്, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ സിജോ വീട്ടിൽ പോയിട്ട് മാപ്പെല്ലാം പറഞ്ഞതിന് ശേഷം വന്നിട്ടാണ് സിജോൻ്റെ സുഹൃത്ത് ഇത്തരം വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നവരെന്നാ വിചാരിക്കുക, കാരണം എന്ന് വെച്ചാൽ സിജോൻ്റെ സുഹൃത്താണ്. തീർച്ചയായിട്ടും സിജോൻ്റെ അറിവോടുകൂടിയാണ് സിജോൻ്റെ സുഹൃത്ത് ഈ വീഡിയോ ചെയ്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിൽ ഓരോ ആളുകളെയും കുറിച്ചിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം സിജോക്ക് പറയുന്നതല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ സിജോൻ്റെ സുഹൃത്ത് വഴിയും മറ്റ് യൂട്യൂബേഴ്സ് വഴിയും രണ്ട് തെറി പറയിപ്പിക്കാം എന്ന് തന്നെയാണ് സിജോൻ്റെ ഉള്ളിൽ നിന്ന് വന്ന സാധനമാണ് എന്ന് തന്നെയാണ് ഉറപ്പാണ്. അത് ഇതാണ് നമ്മുടെ വിനു ചേട്ടന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സിജോയും അനന്തവും തമ്മിലുള്ള പ്രശ്നം അവിടെ സോൾവ് ആയി. എന്നിട്ട് ചേട്ടൻ തമ്പനയിൽ അതല്ലല്ലോ കാണിച്ചത്. ചേട്ടൻ ഇതാണ് തമ്പനയിൽ വെച്ചേക്കുന്നത്. സിജോ ദേഹത്തു തൊട്ടുള്ള കളി വേണ്ട, ഓക്കെ, എന്നേൽ ഒരു ആരോഗ്യം കാണിച്ചു. എന്നിട്ട് ഹെഡിങ് ഇതാണ് കൊടുത്തേക്കുന്നത്, വീട്ടിൽ കയറി മാപ്പല്ല പറയേണ്ട സിജോ, എന്നിട്ട് ഒരു പച്ചത്തറിയുടെ ഒരു ഇമോജിയും കൊടുത്തിട്ടുണ്ട്. ചേട്ടന്റെ തമ്പനയിൽ കണ്ടിട്ട് നമുക്ക് ഈ ഒരു ഇഷ്യൂ സോൾവ് ആയെന്നുള്ള രീതി തോന്നുന്നില്ലല്ലോ ചേട്ടാ. ഞങ്ങള് പുറകില് ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ആണ് വെച്ചേക്കുന്നത്, പക്ഷെ നിങ്ങള് തമ്പനയിനകത്ത് എന്തൊക്കെ അടിച്ചു കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. ദേഹത്തോട്ടുള്ള കളി എന്താണ് സിജോ, ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പാടുണ്ടോ? എന്താ സോൾവ് ചെയ്യാൻ പാടില്ലെന്നാണോ പറയണേ? നിങ്ങള് സിജോന്റെ ഫ്രണ്ട് ആരണ്ടല്ലേ? കൊള്ളാല്ല. തമ്മിൽ തല്ലണം, തമ്മിൽ തല്ലി അങ്ങോട്ട് കിടും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് അത് കേൾക്കുമ്പോഴല്ലേ ബാക്കിയുള്ള യൂട്യൂബർമാർക്ക് ഒരു ഹരം വരും. അപ്പൊ തമ്മിൽ തല്ലി തന്തയ്ക്ക് വിളിക്കുമ്പോ ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് ഹരം ഉണ്ടാവുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ എന്തിനാ ചേട്ടാ ബാക്കിയുള്ളവർ കാര്യം പറഞ്ഞേ? ചേട്ടന്റെ കാര്യം പറഞ്ഞാൽ പോരെ. ചേട്ടന്റെ കാര്യം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഒരുത്തൻ പറഞ്ഞത് എന്റെ തന്തയ്ക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര ഹരമൊന്നും കൊള്ളത്തില്ല, നമുക്കത് കൊള്ളും. നാല് പറയാതിരിക്കാൻ തോന്നില്ല, മനസ്സിലായോ? ആളുകളല്ലേ നമ്മുടെ ഗോപ്രോ മച്ചാൻ, അതുൽ വ്ലോഗ്സ്, പിന്നെ ദിവി, പിന്നെ നമ്മുടെ ഹൈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ അണ്ണനുണ്ടല്ലോ, നമ്മുടെ മൂപ്പൻ, ഇവരൊക്കെ സിജോ തെറി വിളിച്ചില്ലെന്നേ ഉള്ളൂ.
അപ്പൊ ഈ സിജോന്റെ എന്റെ ഇഷ്യൂ എടുത്തിട്ട് റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിന്റെ കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. സിജോയെ തെറി വിളിച്ചില്ലെന്ന് ഉള്ള രീതിയിലാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ച ഒരു യൂട്യൂബ് ചാനലാണ് ഈ സിജോൻ്റെ ഈ സുഹൃത്തിൻ്റെ ചാനൽ. അപ്പോൾ സിജോ അറിയാണ്ടല്ല ഈ ഒരു വീഡിയോ ചെയ്തത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ത് തന്നെയായാലും നമ്മൾ ആ ഒരു ചെയ്തത് ശരിയല്ല. കാരണം സിജോ ഇപ്പം ഒരു വീട്ടിൽ പോയിട്ട് നമ്മൾ മാപ്പ് പറയുന്ന കാര്യങ്ങളിൽ മറ്റേ ആൾ എതിർപക്ഷത്തിലുള്ള ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ വീട്ടിൽ പോയാൽ പല കാര്യങ്ങളും പറയും. അതൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം എന്ത് മോശപ്പെട്ട പരിപാടിയില്ല. കാരണം അനന്തു കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. കാരണം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു പോലും ഇങ്ങനെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് അനന്തു റെക്കോർഡ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ എത്രമാത്രം നിങ്ങൾ നോക്കിയേ, ഒരു മാപ്പ് പറയാൻ പോയ ഒരു വീട്ടിൽ കയറി ഇരുന്നിട്ട് അവരുടെ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സിജോൻ്റെ ഉള്ളിൻ്റെ ആ ഒരു ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.